ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വിവാദം നടന്നിരുന്നു. അപ്പം ബഹുമാനിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, രമേശ് നാരായണ ആസിഫ് അലിയും കൂടി തമ്മിലുള്ളൊരു ഇഷ്യൂ ആ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സോഷ്യൽ മീഡിയ ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്ത്, കാരണം ഒരു പുഞ്ചിരിയിൽ ഒതുക്കി എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ രമേശ് നാരായണനെ പോലെ ഒരു വ്യക്തിയെ ചെയ്തത് മോശമായി പോയി എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഇതിൽ വ്യക്തമായിട്ട് എനിക്കൊരു അഭിപ്രായം, ഈ MD എന്ന ആരാധ്യനായ മഹാ എഴുത്തുകാരൻ്റെ കുറേ കഥകൾ സിനിമയായപ്പോൾ ഓരോ കഥകളുടെയും കൂട്ടരെ, അതിൻ്റെ അണിയറ പ്രവർത്തകരെ ആദരിക്കാൻ വേദിയിൽ വിളിച്ചു. ജയരാജ് എന്ന മഹാസംവിധായകൻ്റെ കൂട്ടത്തോടൊപ്പം അതിൻ്റെ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ്റെ പേര് വിട്ടുപോയി. അപ്പോൾ ആ വേദിയിലിരുന്ന രമേശ് നാരായണൻ്റെ സങ്കടം ഒന്ന് ഓർക്കുക. അതിനുശേഷം അദ്ദേഹം തന്നെ MDയുടെ മകളോട് പരാതി പറഞ്ഞു, എന്നെ വിളിച്ചില്ല കേട്ടോ. അദ്ദേഹം വേദിയിലിരിക്കുകയാണ്, ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഒരാൾ. MDയുടെ മകൾ ഇടപെട്ടു. അശ്വതി ഇടപെട്ടപ്പോൾ വിളിച്ചത് സന്തോഷ് നാരായണൻ എന്നാണ്. ഇത്രയും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള സെൻസിറ്റീവായ ഒരു കലാകാരന് കിളി പോകും. അങ്ങനെ സഞ്ചരിച്ച് എൻ്റെ സംവിധായകനോടൊപ്പം എനിക്ക് അവാർഡ് മേടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് തന്നയാളെ ശ്രദ്ധിക്കാതെ സംവിധായകനെ ഓർത്ത് സംവിധായകനെ വിളിക്കുന്നതിനിടയ്ക്ക് തന്നയാൾ പോയിക്കളഞ്ഞു. ഈ വിഷമം നന്നായിട്ട് അറിഞ്ഞ ഒരാളുടെ പേരാണ് ആസിഫ് അലി. അതുകൊണ്ട് അയാൾ ഇത് ഫീൽ ചെയ്തതിലേക്ക് ബാക്കി എല്ലാവർക്കും ഫീൽ ചെയ്തു. ബാക്കി എല്ലാവരും ഇത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പുള്ള ശരികേട് ആരും ചർച്ച ചെയ്തില്ല. എല്ലാവരും ഇത് ഏറ്റെടുത്തു. വീണുപോയവനെ ചേർത്ത് പിടിക്കാൻ മറ്റൊരു വലിയ കലാകാരനെ സാധിക്കും. അതുകൊണ്ട് തന്നെ ആസിഫ് അലി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ബോധ്യത്തിലേക്ക് നടന്നെടുത്തു. മനസ്സിലായില്ലേ? പക്ഷെ മറ്റൊരാളുടെ സങ്കടത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല. സംഗീത സംവിധായകരായ സഹപ്രവർത്തകർ പോലും അദ്ദേഹത്തെ വേറെന്തൊക്കെയോ കാരണങ്ങളെ ഓർത്തിട്ട് ആക്രമിക്കുകയാണ്. നമ്മൾ വീണുപോയതിനെ കുറിച്ചല്ല, ഇവൻ നേരത്തെ കാണിച്ച പല കാര്യങ്ങളും എനിക്ക് എതിരായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കും. വീണുപോയവനെ ചേർത്ത് പിടിക്കലാണ് സംസ്കാരം. അതൊരു അഭിജാതമായ സംസ്കാരമാണ്. ആ മനുഷ്യൻ എന്തോരം ആ രാത്രി വിങ്ങിപ്പൊട്ടിക്കാണും. അദ്ദേഹത്തിന് പറ്റിയ പെശകുണ്ട്. അദ്ദേഹം ആ ആസിഫ് അലിയെ ഒന്ന് തൊടുകയോ ചെയ്യാതെ മേടിച്ചെടുത്തു എന്നുള്ളതായിരിക്കും ആ പെശക്. അതിന് അദ്ദേഹത്തിനെ കൊണ്ട് ആ സംഭവത്തിലേക്ക് എത്തിച്ച കുറേ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നന്നായി അറിഞ്ഞതുകൊണ്ടാണ് ആസിഫ് അലി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാറുന്നത്. പ്രതികരിച്ചപ്പോൾ താങ്കൾ ഇപ്പോൾ ക്ലോസ് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആ മറുപടി ഉണ്ടല്ലോ. ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല, നിങ്ങൾ ഓപ്പൺ ആക്കി ഓടി നടക്കുകയില്ല, ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല, ഞാൻ എന്തിനാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ മറുപടിയൊക്കെ വലിയ മറുപടികളാണ്. ഒരാളെ നമ്മൾ ആസിഫ് അലിയെ ഇതുപോലെ കുറേ ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെച്ചെടുത്താണ്. ആ മനുഷ്യൻ എത്ര നല്ലവനാണെന്ന് ഇപ്പം മനസ്സിലാക്കിയല്ലോ. ഇപ്പം അങ്ങനെ മനസ്സിലാക്കാനെങ്കിലും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി നിഷ്കളങ്കമാണെന്ന് മനസ്സിലാക്കാനെങ്കിലും കാരണം ഉപകരിച്ചു. ഒട്ടും താമസിയാതെ രമേശ് നാരായണനും ആസിഫ് അലിയും പങ്കെടുക്കുന്നൊരു ചടങ്ങുണ്ടാവും. അവിടെ വെച്ചാൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പരസ്പരം ആലിംഗനം ചെയ്ത് വല്ലാത്തൊരു സ്നേഹപ്രകടനം ഉണ്ടാവും. ആ സമയത്ത് ഈ വളഞ്ഞിട്ട് ആക്രമിച്ചവരെല്ലാം അത് കണ്ടു നിന്ന് കൈയടിക്കാൻ നോക്കുമെങ്കിൽ കൈയടിക്കും. നമ്മളൊരാളെയും അങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇളന്താ കുളിക്കാത്തത്, ഇളന്താ നഖം വെട്ടാത്തത് എന്നൊക്കെ ഒരാളെ കളിയാക്കുമ്പോൾ അയാൾക്ക് കുളിക്കാനും നഖം വെട്ടാനും പോലും സെൻസില്ലാത്ത രീതിയിൽ ജീവിതം ഉടഞ്ഞു പോയതാണെന്ന് ഓർത്തിട്ട് അങ്ങനെ ചിന്തിക്കണ്ടേ? ചില വഴികേരിയിലൊക്കെ ചില ജീവിതം തുലഞ്ഞു പോയവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെപ്പോലെ രാവിലെ കുളിച്ച് മിടുക്കനാകാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല. അവരെ ജീവിതം എങ്ങനെയാണെന്ന് കൂടെ തിരിച്ചറിയണ്ടേ? അത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ബഹളമാണ് കേട്ടോ. ഇതെല്ലാം സമൂഹം ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. രമേശ് നാരായണൻ എന്ന വ്യക്തിയെയും നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. ആ വേദിയിൽ വെച്ച് ഇതിനു മുമ്പ് വേറൊരു അനുഭവം ഉണ്ടായി. ഒരു വലിയ ചാനലിൻ്റെ ഒരു വലിയ ചടങ്ങിൽ 24 പാട്ടുകളുടെ ഒരു നൃത്തശില്പം ഉണ്ടായി. ആ 24 പാട്ടുകളും 24 മഹാനടിമാർ, സിനിമ നടിമാർ, നാടക നടിമാരൊക്കെ അവതരിപ്പിക്കുന്നു. ഈ പാട്ട് എഴുതിയ രമേശ് നാരായണനും ഞാനിവിടെ ഇരിക്കുകയാണ്. ഗവർണറൊക്കെ പങ്കെടുക്കുന്നുണ്ട്. 1.25 മണിക്കൂർ കഴിഞ്ഞ് ആൾക്കാർ പിരിഞ്ഞു പോയിട്ടും ഈ 24 പാട്ട് എഴുതിയ രമേശ് നാരായണൻ്റെ എൻ്റെയും പേര് ആരും പറയുന്നില്ല. അവിടെ ഒച്ചയെടുത്താൽ ഞങ്ങൾ മോശമാവും, നിശബ്ദമായാൽ ഞങ്ങളുടെ വേദന ആരും അറിയും. അങ്ങനെ നിഷ്കാസിതരാകുന്നവൻ്റെ വേദന തിരിച്ചറിയലാണ് കല, അല്ലേ? ഈ കല അതാണ്. ഈ സിനിമ കാണുന്ന നേരത്ത് നമുക്ക് കരച്ചിൽ വരുന്നത്
ഇത് ഷൂട്ട് ചെയ്തതാണെന്നും ഇത് സത്യസന്ധമായ കഥയല്ലെന്നും അറിയാം. നമ്മൾ എന്താ കരയുന്നത്? മറ്റൊരുത്തിനെക്കുറിച്ച് ഓർത്തു. ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അല്ല, ഇതൊരു ഫിക്ഷനാണെന്ന് നമുക്ക് അറിയാം. ഈ കലാബോധമാണ് രമേശ് നാരായണൻ്റെ വശം കൂടി ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഒരാൾ പോലും ആ കാര്യം അന്ന് പങ്കുവച്ചില്ല. പക്ഷെ ആസിഫ് അലി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നിശബ്ദരാകുകയും രമേശ് നാരായണന് ഒരു വശമുണ്ട്, അങ്ങനെ ഒരു വശം ഉണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ അല്ലേ? അതെ.